പിന്നെ അഖിൽ മാരാറിനോട് മാരാറ് കൊട്ടിയാൽ മാക്രി കറിയുമായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ കരയത്തില്ല. മാരാർ ഇരിക്കുന്ന തട്ട് താണേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാ. പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല. നിലപാടുള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം. എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അനുമോൾക്കും അഖിൽ മാരാറിനും അതേപോലെ തന്നെ വിനുവിനും എതിരായിട്ട് ശൈത്യ സന്തോഷ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ മോളെ ശൈത്യ സന്തോഷ്, നീ എവിടെയായിരുന്നു? ഇത്രയും ചിരിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് അഭിനയിച്ച് നീ കുറേ പറയുന്നുണ്ടല്ലോ ഇതിനകത്ത്. പക്ഷെ നീ ആ ഒരു ബിഗ് ബോസിൻ്റെ എല്ലാം ഫിനാലെ എല്ലാം കഴിഞ്ഞ് നീ എവിടെയായിരുന്നു? നീ ഏത് വഴിയാണ് വന്നേ? പേടിച്ച് അവിടെ ഇരിക്കുകയാണെന്നാണല്ലോ മസ്താനി പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ധൈര്യം അന്നേരം ഉണ്ടായിരുന്നില്ലേ? ഇതിപ്പോൾ ആരോ മനഃപൂർവ്വം ധൈര്യം കൊടുത്ത് ചെയ്യിപ്പിച്ച പോലെ ഉണ്ടല്ലോ നിൻ്റെ ഒരു പ്രകടനമൊക്കെ കണ്ടിട്ട്. എന്താണ് ഇവിടെ ശൈത്യ സന്തോഷിൻ്റെ ശരിക്കുള്ള പ്രശ്നം? അനുമോൾക്ക് കപ്പ് കിട്ടിയതാണോ പ്രശ്നം? ആ ഒരു റീ എൻട്രിക്ക് അകത്ത് കയറിയിട്ട് യാതൊരു കാര്യവുമില്ലാതെ മനഃപൂർവ്വം അനുമോളെ വലിച്ചഴച്ചിട്ടു. അതായത് കട്ടപ്പ എന്ന് വിളിച്ചതുകൊണ്ട് എനിക്ക് PR കിട്ടി എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട്. ഒരിക്കലും കട്ടപ്പ എന്ന് വിളിച്ചത് അനുമോളല്ല, പുറത്തുള്ള ജനങ്ങളാണ്, ഏഷ്യാനെറ്റാണ്. നിൻ്റെ സ്വന്തം അമ്മയും കട്ടപ്പ എന്ന് ഏഷ്യാനെറ്റിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ നിന്നെക്കുറിച്ച് ഇട്ടിട്ടുണ്ട്, നീയും കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടും അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി അകത്ത് പോയിട്ട് അനുമോളുടെ PRനെയും അനുമോളുടെ നിൻ്റെയും PR ഒന്നാണെന്ന് പറഞ്ഞു. അനുമോൾക്ക് എന്താ സ്വത്തുക്കളുണ്ടെന്നും അനുമോൾക്ക് കടങ്ങളില്ലെന്നും ഒക്കെ പറഞ്ഞ് അവിടെ കിടന്ന് അലറി വിളിച്ച് ലാസ്റ്റ് അനുമോൾ കപ്പും കൊണ്ട് പോയപ്പം ഡാഷിനെ പോലെ നീ അവിടെ ഇരിക്കുന്നത് ഈ ജനങ്ങൾ മൊത്തം കണ്ടതാണ്. അമ്മാതിരി കുശുമ്പും കുന്നായ്മയും തലയ്ക്ക് പിടിച്ചിരുന്നിട്ട് അനുമോളെയോ PRനെയോ ഈ പറഞ്ഞ അഖിൽ മാരാറിനെയോ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നീ അവിടെ എന്തെങ്കിലും കാണിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം ഒരിക്കലും അനുമോളുടെ അടുത്തും അഖിൽ മാരാറിൻ്റെ അടുത്തും മറ്റേ വിനുവിൻ്റെ തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ കയ്യിലിരിപ്പോണ്ടാണ്. അത് ജനങ്ങളാണ് ഏറ്റെടുത്തത്. അത് ജനങ്ങളാണ് നിൻ്റെ അടുത്ത് തിരിച്ച് പറയുന്നത്. ഒരിക്കലും അഖിൽ മാരാരോ അല്ലെങ്കിൽ അനുമോളോ PR കൊടുക്കുന്ന വിനുവോ അല്ല. വിനുവിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ അച്ഛൻ 1.5 ലക്ഷം രൂപ എണ്ണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പണിയെടുക്കണമെങ്കിൽ നീ അവിടെ എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ നീ അവിടെ പോയി വെറുതെ ഇരുന്നിട്ട് ഒരിടത്ത് നിന്ന് അടുത്ത കണ്ടം ചാടി അപ്പുറത്തോട്ട് ചാടി അവരുടെ കുറ്റവും പറഞ്ഞ് കുറവും പറഞ്ഞിട്ട് കട്ടപ്പ കളിച്ചിട്ട് പിന്നെ ഇവിടെ വന്ന് ഒരു PRനും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. അത് ജനങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. ആദ്യം നീ അത് മനസ്സിലാക്ക്. നീ ഇതിനു മുൻപേ ഒരു ഷോയ്ക്കും പോയി ഷോ ചെയ്തു. ആ ഷോയിൽ തോക്കുവന്നായപ്പോൾ അവിടെയുള്ള സകല ആൾക്കാരെയും കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങി വന്ന ആളാണ് നീയും നിൻ്റെ അമ്മയും. അപ്പം ഒബ്വിയസ്ലി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഭാഗത്ത് എന്താണ് മിസ്റ്റേക്ക് കുറവെന്നല്ല മനസ്സിലാക്കുന്നത്. അതെല്ലാം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അവരെ ഇതേപോലെ കുറ്റം പറയുന്നതാണ് നിങ്ങളുടെ ജോലി. അത് മറ്റുള്ളവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ജനങ്ങളത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നീ അതിനുള്ള മറുപടിയും അല്ലെങ്കിൽ നീ അതിനുള്ള ഒരു ഇതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും അനുവിൻ്റെ തലയിലിടാൻ പറ്റത്തില്ല. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR ദിനസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഞാൻ കയറിയതിനു ശേഷം 3ാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിനസാർ PN പണിയാണ് തന്നത്. പക്ഷേ ഈ റീ എൻട്രിക്ക് പോയ സമയത്ത് 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷം രൂപയുടെ പണി ഞാൻ ദിനസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന ദിനസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അത് ഒരാളൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി. അതായത് സീസൺ 5 ദിനസാർ PR പണി എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട്. മാരാർ പറയുന്ന കേട്ടു, അതായത് റീ എൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണം. പക്ഷേ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത്. അതിന് പകരം കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ. വിനസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടി പറയുന്നത് അത് അങ്ങനെ ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ.